ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണയിനി. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കഥകൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കണം. അയാളുടെ പ്രണയിനി ഭാഗം 3. ഓ മൈ ഗോഡ്, ഞാൻ എൻ്റെ കർണപുടകൾ കൊണ്ട് ശ്രവിച്ച അശരീരി എൻ്റെ പ്രാണേശ്വരൻ്റെ അല്ലേ? ഐ സേ യു ഗെറ്റ് ലോസ്റ്റ്. അതെ, ഇതങ്ങേര് തന്നെ. ഇന്ന് എന്താവോ എന്തോ, നോക്കിയേക്കാം. കാർത്തിക്, കാർത്തിക്, എന്താടാ അവിടെ? നമ്മുടെ ശേഖർ സാർ താഴെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട്. കരഞ്ഞ് വായും പൊത്തിയിറങ്ങി വരുന്ന ആ അമ്മയെ കണ്ടോ? അതാണ് നമ്മുടെ ലക്ഷ്മി ആൻറ്റി, ശേഖർ അങ്കിളുടെ ഇപ്പോഴത്തെ ഭാര്യ. പാവ ആൻറ്റി. ഏട്ടൻ ഇതുവരെ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ വെറുപ്പാ. എന്താടോ താൻ എന്തിനാ കരയുന്നേ? കാർത്തിക്, വിളിച്ചു കൂവണ്ട, ഞാൻ വരുവാണ്. ദാ ആ വരുന്ന പുരുഷ കേസരിയാണ് അയാൾ, എൻ്റെ കിച്ചുവേട്ടൻ. ബ്ലാക്ക് കളർ സ്ലീവ്ലെസ് ബനിയനും സെയിം കളർ ഷോർട്സുമാണ് പുള്ളിയുടെ വേഷം. വിയർത്ത ശരീരം, മുന്നിലേക്ക് വീണ മുടി 2 കൈകൊണ്ടും പുറകോട്ട് വെക്കുന്നു. താടിയുടെ മീശയുടെ ഇടയ്ക്ക് ആ ചെമ്പൻ കണ്ണുകളും ഇളം ചുവപ്പ് ചുണ്ടുകളും ആ മുഖത്തിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. ഉഫ്, എൻ്റെ ഗ്ലാമറാ അല്ലേ? മുഴുവനും പ്രോട്ടീൻ പൗഡറാ. എന്നും രാവിലെ ഉരുട്ടി കേറ്റുമല്ലേ, പിന്നെ എങ്ങനെ ഗ്ലാമർ ആവാതിരിക്കും? എന്താ പപ്പ? ലക്ഷ്മി എന്തിനാ കരയുന്നത്? നീ എന്തിനാ അവളോട് ഇത്ര ഹാർഷായി ബിഹേവ് ചെയ്യുന്നേ? ഇത് നിൻ്റെ അമ്മയല്ലേ കിച്ചു? സ്റ്റോപ്പ് ഇറ്റ് പപ്പ. എൻ്റെ അമ്മ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. പകരക്കാരിയായി വന്ന ഇവർ നിങ്ങൾക്ക് ഭാര്യയ്ക്ക് പകരമായി കാണും. ബട്ട് ഫോർ മീ ഷീ ഈസ് ഓൺലി യുവർ സെക്കൻഡ് വൈഫ്. ആർക്കു വേണ്ടിയും എനിക്ക് എൻ്റെ അമ്മയെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. വിത്ത് ഓൾ യുവർ റെസ്പെക്റ്റ്, പപ്പയോട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇനി എൻ്റെ സ്പേസിലേക്ക് ഇവർ വരരുത്. വരരുതെന്ന് പറഞ്ഞാൽ വരരുത്. ഒറ്റ പോക്കായിരുന്നു മുകളിലേക്ക്. ദേ വന്നു, ധാ പോയി. ഹോ, എന്തൊരു സാധനമാണ്! ഒരു ദയയില്ല. പഴയ കിച്ചുവേട്ടൻ എന്ത് പാവമായിരുന്നു. ഇപ്പോഴോ തനി കാണ്ടാമൃഗം. എങ്കിലും ഇങ്ങേരെ എൻ്റെ ഉള്ളിൽ സ്ട്രോങ് ആയി നിൽക്കുകയാണല്ലോ ദേവി. ഓ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു എഫക്റ്റേ. നീ എന്തിനാ ലക്ഷ്മി അവൻ്റെ അടുത്തേക്ക് പോയത്? അതേട്ടാ, കോഫി കൊടുക്കാൻ. എന്നിട്ട് അവൻ കോഫി വാങ്ങിയോ? ഇല്ലേട്ടാ, അവൻ തട്ടിക്കളഞ്ഞു. വിനീതേ, നീ കൊണ്ടു കൊടുക്കാവനൊരു കോഫി. ജോലിക്കാരിയോടാണേ. പാവം ലക്ഷ്മി ആൻറ്റി. അങ്കിള് കീ കൊടുക്കുന്നൊരു പാവയാണ് അവർ. അവരെ പലവട്ടം ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും എല്ലാം സഹിച്ചു. ഭർത്താവിൻ്റെ പേര് നശിക്കാതിരിക്കാൻ അങ്ങേരുടെ തോന്നിവാസങ്ങൾ സഹിക്കുന്ന ഒരു പാവം സ്ത്രീ. അതെങ്ങാനോ അയാൾ അറിയുന്നു. അയാൾക്ക് അയാളുടെ പപ്പ എന്നാൽ എന്ത് ബഹുമാനമാണെന്നോ. കയ്യിലിരിപ്പിനി എന്നറിയുവോ എന്തോ. എല്ലാവരും പിരിഞ്ഞു പോയി. ഇനി ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാനും പോയേക്കാം. മോളെ. ആ, എന്താ വിനീതേച്ചി? മോളി കോഫി കാർത്തിക് മോൻ്റെ റൂമിലൊന്ന് വെച്ചേക്കുമോ? ചേച്ചിക്ക് എന്നോട് ഇത്ര വൈരാഗ്യമോ? അതല്ല മോളെ, ചേച്ചിക്ക് കാല് വയ്യ മുകളിലോട്ട് പോകാൻ. മോനെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. മോളിത് റൂമിൽ വെച്ചാൽ മതി. എന്താ? ഈ കാലുവേദന എന്തിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിയുടെ അതേ പേടി തന്നെ എനിക്കും ആ രാവണന്. കോഫി ഞാൻ കൊണ്ടു കൊടുക്കാം, പക്ഷെ അയാൾ റൂമിലില്ലെങ്കിലും ഞാൻ വെക്കും. അല്ലെങ്കിൽ ഞാനിങ്ങ് തിരിച്ചു കൊണ്ടുപോരും. ഓക്കെ ആണോ? അങ്ങനെ നമ്മുടെ നായിക മന്ദം നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ, നമ്മുടെ നായകൻ്റെ അധോലോകത്തേക്ക്. വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. അത് ആ കൊച്ചു പോയി വാങ്ങിക്കട്ടെ അല്ലേ? അങ്ങേര് മിക്കവാറും അപ്പുറത്തെ റൂമിൽ വർക്കൗട്ടിലാവും. എന്നാലും റിസ്ക് എടുക്കണ്ട, നോക്കിക്കളയാം. ഇല്ലെന്ന് തോന്നുന്നു. കയറിയേക്കാം. കയറി വെച്ചിട്ട് വേഗം ഓടി വെളിയിൽ വന്നോണം കേട്ടോ. വേറെ ആരോടുമല്ല, എന്നോട് തന്നെയാണ്. അകത്തേക്ക് കയറി കട്ടിലിൻ്റെ സൈഡിലുള്ള ടേബിളിൽ കോഫി വെച്ചു. അറിയാതെ കൊച്ചിൻ്റെ കണ്ണ് അവിടെ ഇരിക്കുന്ന നമ്മുടെ ചെക്കൻ്റെ ഫോട്ടോയിലേക്ക് വീണു. സ്വാഭാവികം. കൈ എത്തിച്ച് അതെടുത്തു. അതും സ്വാഭാവികം. ഹോ, എന്നാ ഗ്ലാമറാടാവേ നീ. പെട്ടെന്ന് വാതിൽ തുറന്ന് ആരോ വന്നത്. അയ്യോ, ഓടിക്കോ, അയാളാണെന്ന് തോന്നുന്നു, ഓടിക്കോ. പാവം നമ്മുടെ കൊച്ച് പേടിച്ച് എങ്ങോട്ടോ ഓടി. ചെന്നെത്തിയത് നമ്മുടെ ചെക്കൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളിൽ.
തിരിഞ്ഞ് ഡോറിൽ ചാരി നിന്ന് ശ്വാസം വലിച്ചു വിട്ടപ്പോഴാണ് കൊച്ച് ആ കാഴ്ച കണ്ടത്. ഹോ! വാഷ്റൂമിൻ്റെ ഷവറിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു രൂപം. ഷവറിൽ നിന്ന് പതിക്കുന്ന ജലകണങ്ങൾ അവൻ്റെ നെറ്റിയിലേക്ക് നീണ്ടുകിടക്കുന്ന മുടിയിഴകളെ ഒന്നാകെ നനച്ച് നെറ്റിത്തടവും താണ്ടി പുരികക്കൊടികളിലൂടെ തീക്ഷ്ണമായ ആ കണ്ണുകളിൽ പതിച്ചുകൊണ്ട് വീണുടയുന്നു. ആ തണുത്ത വെള്ളത്തിനുമപ്പുറം തീക്ഷ്ണമായ എന്തോ ചിന്തകൾ അവൻ്റെ തലച്ചോറിൽ അടിയുന്നുണ്ട് എന്ന പോലെ അവൻ്റെ കണ്ണുകളുടെ കടും ചുവപ്പ് നിറം കാട്ടുന്നുണ്ട്. 2 കൈകളും ഭിത്തിയിലൂന്നി ഷവറിൻ്റെ കീഴിൽ നിൽക്കുന്ന അവൻ്റെ രൂപം ചിന്തകളുടെ കാഠിന്യമേറിയ തലങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അവൻ്റെ പേശികൾ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. എൻ്റെ ആറ്റുകാലമ്മച്ചേ, എന്നാ സ്ട്രക്ചറാന്നേ! കൺട്രോൾ സ്വപ്ന, കൺട്രോൾ. ദൈവമേ, അയാൾ കണ്ടെന്ന് തോന്നുന്നു. എന്താണ് ആ കണ്ണുകളിൽ ഞാൻ കാണുന്നത്? അത്ഭുതം? ദേഷ്യം? അതെ, രണ്ടും കൂടി ഒരേപോലെ ചാലിച്ച ഏതോ ഒരു ഭാവം. ദൈവമേ, ദാ ചാടി വരുന്നു. ദേവിയെ, ഞാൻ ദാ നിൻ്റെ അടുത്തേക്ക് വരുന്നേ. 2 കൈകൾ കൊണ്ടും നനഞ്ഞ മുടി പുറകോട്ടൊതുക്കി അടക്കാൻ കഴിയാത്ത ദേഷ്യം അവൻ്റെ ആ ചുവന്ന മുഖം കാട്ടുന്നുണ്ട്. അവളുടെ കയ്യിൽ അമർത്തി നെരിച്ചു അവൻ. കാർത്തിക്! ദൈവമേ, ഞാൻ കേട്ടത് എൻ്റെ രക്ഷാമാലാഖയുടെ ശബ്ദമാണോ? ആച്ചാ പറയുന്നതിനോടൊപ്പം അവളെ കയ്യിൽ പിടിച്ച് അടുത്തോട്ട് ചേർത്ത് നിർത്തി ഒരു കൈ വായിലും മറ്റേ കൈ അവിടെ ഇടുപ്പിലുമായി മുറുക്കി മിഴിഞ്ഞ കണ്ണോടെ നോക്കി നിൽക്കാൻ മാത്രമേ നമ്മുടെ സ്വപ്നക്കുട്ടിക്ക് കഴിഞ്ഞുള്ളൂ. മോനെ, അച്ഛനും മോനോട് സംസാരിക്കാനുണ്ട്. മോൻ കുളിച്ചിട്ടിറങ്ങാം, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഞെട്ടി. 2 പേരും അടപടലം ഞെട്ടി. ഈ അവസ്ഥയിൽ 2 പേരും പുറത്തോട്ടിറങ്ങിയാൽ നല്ല കേമമായിരിക്കും. ബ്ലഡി ഡാം! നിൻ്റെ അടുത്ത് ആര് പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ? പണ്ടൊരു കിസ്സിൻ്റെ പേരിൽ നീ എന്നെ കുറേ നാറ്റിയതാ. വീണ്ടും നിറൻ എനിക്ക് വയ്യ. മിണ്ടാതെ നിന്നോണം. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടി അമർത്തി. ദേഷ്യത്തിലുള്ള അവൻ്റെ ശബ്ദം അവളുടെ കാതിൽ അലയടിച്ചു. കാതിൽ അവൻ്റെ ചുടുനിശ്വാസം തട്ടിയപ്പോൾ അവൾ നിന്നു വിറച്ചു. കൈകളിൽ വല്ലാത്ത തരിപ്പ്. ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. ഇടുപ്പിൽ കൈയമർത്തിയതിൽ വേദന കൊണ്ട് കണ്ണുകളിൽ നിന്ന് അറിയാതെ നീർമണികൾ വന്നു നനഞ്ഞു. അവൻ്റെ നനഞ്ഞ ദേഹത്ത് തട്ടി നിന്നിട്ടുകൂടി ഒരുതരം ചൂട് അവളെ ആകമാനം പൊതിഞ്ഞു. കണ്ണുകൾ ഇറുകിയടിച്ചു. തലതായിട്ട് നിന്നവൾ പറയാൻ ശ്രമിച്ചു. സോറി കിച്ചുവേട്ടാ, ഞാൻ പേടിച്ചിട്ട് അറിയാതെ കയറിപ്പോയതാ. കിച്ചുവേട്ടൻ! കാതിലെത്തിയ ആ വിളിയിൽ അറിയാതെ അവൻ്റെ കൈകൾ ഇടുപ്പിൽ നിന്നയഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു മന്ദഹാസം വിരഞ്ഞു. ഒരു വേള അവൻ്റെ കണ്ണുകൾ അവളുടെ മിഴിയുമായി ഇടഞ്ഞു. അവൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് അതിവേഗത്തിലായി. അവൻ്റെ നോട്ടം വിറയ്ക്കുന്ന അവളുടെ ആദരത്തിലെത്തി. കൈകൾ അറിയാതെ തന്നെ അവളുടെ മുഖം കൈക്കുമ്പിളിലാക്കി. ആളുടെ ചെറുമന്ദഹാസം, കണ്ണിലെ തീഷ്ണത. അവൾ പകപ്പോടെ ഇല്ലാത്ത ഉമ്മനീർ ഇറക്കിപ്പോയി. ആളുടെ നോട്ടം പോകുന്നിടം ആ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതുപോലെ കൗതുകത്തോടെ വികസിച്ചിരിക്കുന്നു. അവൻ്റെ നനഞ്ഞ ഉടൽ അവളുടെ ഉടലിനോട് ചേർന്ന് ദേഹം മുഴുവനും വല്ലാത്ത തരിപ്പ് അവൾ അറിഞ്ഞു. ആ നോട്ടം ചുണ്ടിലേക്കാണെന്നും മനസ്സിലായപ്പോഴേക്കും നെഞ്ചിലൂടെ ഒരു വിറയൽ പോയതും അവൾ അറിഞ്ഞു. കിച്ചുവേട്ടൻ എന്നെ ഒന്ന് ചുംബിച്ചിരുന്നുവെങ്കിൽ, ആ ഉമ്മനീർ കൊണ്ട് എൻ്റെ ചുണ്ടുകളെ ഒന്ന് നനച്ചിരുന്നുവെങ്കിൽ. അതരങ്ങൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നു. 2 പേരുടെയും അതരങ്ങൾ അവർ അറിയാതെ തന്നെ അടുത്തു. കണ്ണുകൾ കൂമ്പി അടഞ്ഞു. കിച്ചുവേട്ടൻ്റെ കനത്ത ശ്വാസത്തിൻ്റെ ചൂട് എൻ്റെ അതരങ്ങളെ വല്ലാതെ പൊള്ളിക്കുന്നു. ഇരുവരും ശ്വാസമെടുക്കാൻ പോലും മറന്ന നിമിഷം. കാർത്തിക്! 2 പേരും ഞെട്ടിത്തിരിഞ്ഞു. ഒരു വേള അവനെന്താ ചെയ്യാൻ പോയതെന്നോർത്ത് ജാള്യതയും ദേഷ്യവും കൊണ്ട് തിരിഞ്ഞ കൈകൾ ഭിത്തിയിൽ ആഞ്ഞിടിച്ചു. അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ അവളും തെല്ലും ജാള്യതയോടെ തിരിഞ്ഞു നിന്നു. വീണ്ടും കാർത്തിക്! ആ പപ്പ താഴോട്ട് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. ഓക്കെ ഫൈൻ, ഞാൻ ഓഫീസ് റൂമിലുണ്ടാവും, നീ റെഡിയായി വന്നേക്ക്. അയാൾ പോയെന്നുറപ്പാക്കി അവൻ അവളെ ബാത്റൂമിന് വെളിയിലാക്കി. അവളുടെ തോളിൽ അമർത്തി പിടിച്ചു. അവൻ്റെ മുഖത്ത് ദേഷ്യം ഇരിച്ചു കയറി. മുഖം ചുവന്നു. എന്തോ കോപ്പുണ്ടാക്കാനാടി ഇങ്ങോട്ട് വന്നേ. ഇനി മേലാൽ ഇത് ആവർത്തിച്ചാൽ കാർത്തിക് മേനോൻ ആരാന്ന് നീ അറിയും, കേട്ടോടി. സത്യം പറയാലോ, ഇത് കേട്ടിട്ട് എനിക്ക് ചിരിയാ വന്നത്. കുറച്ചു മുമ്പ് ഞാൻ കണ്ടതാണ് ഈ കാർത്തിക് മേനോൻ്റെ ഉള്ളിലെ കിച്ചുവേട്ടനെ. പക്ഷേ ഇപ്പം ഞാൻ ചൊറിയാൻ നിന്നാൽ ഇങ്ങനെ എന്നെ ഭിത്തിയിൽ നിന്ന് വടിച്ചെടുക്കും. അതുകൊണ്ട് മൗനം പാലിച്ച് പേടിച്ചു പോലെ. സംസാരം ആരോഗ്യത്തിന് ഹാനികരം, അങ്ങനല്ലേ? എന്താടി നീ ആലോചിക്കുന്നേ? ഇറങ്ങി പൊക്കോണം. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അല്ല പിന്നെ ചെന്ന് നിന്നത് ഹാളിൽ.
തിരിച്ചിറങ്ങാൻ നേരത്ത് ആ വിളി വന്നത്. ഡീ സ്വപ്നജീവി. അതാരെന്ന് അറിയണ്ടേ? നമുക്ക് പരിചയപ്പെടാം. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥകൾ വായിക്കുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്കും ചെയ്തേക്കണേ. അപ്പം പുതിയൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കൂ. നാളെ കാണാം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു.